യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 11. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിൽ ലാസർ എന്നൊരു മനുഷ്യൻ രോഗിയായി കിടന്നിരുന്നു. ഈ മറിയയാണ് കർത്താവിനെ സുഗന്ധതൈലം പൂശുകയും അവിടുത്തെ പാദങ്ങൾ തൻ്റെ തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരനായിരുന്നു രോഗിയായിരുന്ന ലാസർ. ആ സഹോദരിമാർ യേശുവിൻ്റെ അടുത്ത്, കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്നവൻ ഇതാ രോഗിയായി കിടക്കുന്നു എന്ന് പറഞ്ഞ് വിവരമറിയിച്ചു. എന്നാൽ യേശു അത് കേട്ടപ്പോൾ, ഈ രോഗം മരണത്തിനല്ല, മറിച്ച് ദൈവമഹത്വത്തിനും അതിലൂടെ ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും വേണ്ടിയാണ് എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അയാൾ രോഗിയായി കിടക്കുന്നുവെന്ന് കേട്ടിട്ടും താൻ അന്ന് ആയിരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടി താമസിച്ചു. അതിൻ്റെ ശേഷം യേശു ശിഷ്യരോട്, നമുക്ക് വീണ്ടും യഹൂദയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യർ തന്നോട്, റബ്ബി, യഹൂദന്മാർ അങ്ങയെ കല്ലെറിയാൻ ഇപ്പോൾ നോക്കിയതല്ലേയുള്ളൂ, അങ്ങ് പിന്നെയും അവിടേക്ക് തന്നെ പോകുകയാണോ എന്ന് ചോദിച്ചു. അതിന് യേശു അവരോട് പറഞ്ഞത്, പകലിന് 12 മണിക്കൂറിലെ പകൽ സമയം നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് വീഴുന്നില്ല. എന്നാൽ രാത്രിയിൽ നടക്കുന്നവൻ വെളിച്ചം അയാളിൽ ഇല്ലാത്തതിനാൽ വീഴുന്നു. ഇത് പറഞ്ഞതിന് ശേഷം യേശു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എന്നാൽ അയാളെ ഉണർത്താൻ ഞാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു. അപ്പോൾ ശിഷ്യർ, കർത്താവെ, അദ്ദേഹം ഉറങ്ങുകയാണെങ്കിൽ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞു. യേശുവോ അയാളുടെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. എന്നാൽ സാധാരണ ഉറക്കത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞതെന്ന് ശിഷ്യർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു അവരോട് വ്യക്തമായി പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ നിങ്ങളുടെ നിമിത്തം ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് തന്നെ. എന്നാൽ നമുക്ക് അയാളുടെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്നും വിളിക്കപ്പെടുന്ന തോമാസ് അപ്പോൾ സഹശിഷ്യരോട്, തന്നോടുകൂടെ മരിക്കാൻ നമുക്കും പോകാം എന്ന് പറഞ്ഞു. യേശു അവിടെ എത്തിയപ്പോൾ ലാസറിനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബെഥാനിയ യെരുശലേമിൽ നിന്ന് ഏകദേശം 2 മൈൽ അടുത്തായിരുന്നു. സഹോദരനെക്കുറിച്ച് മാർത്തയെയും മറിയയെയും ആശ്വസിപ്പിക്കാൻ അനേകം യഹൂദന്മാർ അവരുടെ അടുത്ത് വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ മാർത്ത തന്നെ സ്വീകരിക്കാൻ ഇറങ്ങിച്ചെന്നു. എന്നാൽ മറിയ വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ദൈവത്തോട് അങ്ങ് ചോദിക്കുന്നതെന്തും അവിടുന്ന് നൽകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ, അവസാന ദിവസത്തെ പുനരുത്ഥാനത്തിൽ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അതിന് യേശു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ഒരിക്കലും മരിക്കില്ല. ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൾ യേശുവിനോട്, അതേ കർത്താവെ, ലോകത്തിലേക്ക് വരുന്ന ദൈവപുത്രനായ ക്രിസ്തു അങ്ങ് തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് മാർത്ത പോയി തൻ്റെ സഹോദരിയായ മറിയയെ വിളിച്ചു. ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. മറിയ ഇത് കേട്ടപ്പോൾ വേഗം എഴുന്നേറ്റ് യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത തന്നെ സ്വീകരിച്ച സ്ഥലത്ത് തന്നെ നിൽക്കുകയായിരുന്നു. വീട്ടിൽ അവളോടുകൂടി ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പുറത്തു പോകുന്നത് കണ്ടു. അവൾ കല്ലറയിലേക്ക് ചെന്ന് കരയാൻ പോകുന്നുവെന്ന് വിചാരിച്ച് പിന്നാലെ ചെന്നു. യേശു ആയിരുന്ന സ്ഥലത്ത് മറിയ എത്തിയപ്പോൾ അദ്ദേഹത്തെ കണ്ട് കാൽക്കൽ വീണു. കർത്താവെ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവേർപ്പെട്ടു. അവനെ നിങ്ങൾ എവിടെയാണ് അടക്കിയത് എന്ന് ചോദിച്ചു. അതിന് അവർ, കർത്താവെ, വന്ന് കണ്ടാലും എന്ന് പറഞ്ഞു. യേശു കരഞ്ഞു. അപ്പോൾ യഹൂദന്മാർ, നോക്കൂ, അദ്ദേഹം ലാസറിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവരിൽ ചിലർ, അന്ധൻ്റെ കണ്ണു തുറന്ന ഇദ്ദേഹത്തിന് ലാസർ മരിക്കാതെ നോക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞു. യേശു പിന്നെയും നെടുവീർപ്പിട്ട് കല്ലറയിലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും വെച്ചിരുന്നു. കല്ല് നീക്കുക എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, ഇപ്പോൾ നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും, മരിച്ചിട്ട് 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ
നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കല്ല് നീക്കി. യേശു കണ്ണുകൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, എൻ്റെ അപേക്ഷ അങ്ങ് കേട്ടതിനാൽ അങ്ങയ്ക്ക് നന്ദി കരയറ്റുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് എനിക്കറിയാം. എങ്കിലും അങ്ങ് എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ ശേഷം ലാസറെ പുറത്തു വരിക എന്ന് യേശു ഉറക്കെ വിളിച്ചു. മരിച്ചയാൾ പുറത്തു വന്നു. അയാളുടെ കൈകാലുകൾ ശീല കൊണ്ട് കെട്ടിയും മുഖം തുണി കൊണ്ട് മൂടിയുമിരുന്നു. അയാളുടെ കെട്ടഴിക്കൂ, അദ്ദേഹം പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. മറിയയുടെ അടുത്ത് വന്ന യഹൂദന്മാരിൽ അനേകരും യേശു ചെയ്ത ഈ പ്രവൃത്തി കണ്ട് യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുത്ത് പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. അതിനാൽ പുരോഹിത മുഖ്യന്മാരും പരീശന്മാരും ഒരാലോചനാ യോഗം കൂടി. നാം എന്താണ് ഈ ചെയ്യുന്നത്? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ വിട്ടാൽ എല്ലാ മനുഷ്യരും അദ്ദേഹത്തിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനതയെയും നീക്കം ചെയ്യും എന്ന് പറഞ്ഞു. അവരിൽ ഒരാളും ആ വർഷത്തെ മഹാപുരോഹിതനുമായ കയ്യാഫാവ് അവരോട്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു ജനത മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരു മനുഷ്യൻ ജനത്തിനു വേണ്ടി മരിക്കുന്നതാണ് ഉചിതമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് സ്വയമായി പറഞ്ഞതല്ല. താൻ ആ വർഷത്തെ മഹാപുരോഹിതനായതിനാൽ ജനങ്ങൾക്ക് വേണ്ടി യേശു മരിക്കാൻ പോകുകയാണ് എന്ന് പ്രവചിക്കുകയായിരുന്നു. ആ ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, നാനാദേശങ്ങളിൽ ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ. അന്നു മുതൽ യേശുവിനെ കൊല്ലേണ്ടതിന് അവർ ഒരുമിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. അതിനാൽ യേശു യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്ക് അടുത്തുള്ള എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യരുമായി അവിടെ താമസിച്ചു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ സമീപിച്ചിരുന്നു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കേണ്ടതിന് പെസഹയ്ക്ക് മുമ്പേ പലരും ഗ്രാമങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു. ദേവാലയത്തിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അദ്ദേഹം ഇനി പെരുന്നാളിന് വരാതിരിക്കുമോ എന്ന് തമ്മിൽ പറഞ്ഞു. യേശു എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിവ് കിട്ടിയാൽ അദ്ദേഹത്തെ പിടികൂടുന്നതിന് വേണ്ടി വിവരം തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത മുഖ്യന്മാരും പരീശന്മാരും കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു.